ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോൻ്റെ എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് നല്ല രീതിയിൽ ഓടിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ കണക്ടർ റോഡ് ആ പിസ്റ്റൺ പിന്നൊക്കെ കണക്ടർ റോഡുമ്പോൾ ടൈറ്റായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ക്രാങ്ക് നമ്മൾ ലെയ്ത്തിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ടർ റോഡ് പിന്നും സൈഡിൽ വരുന്ന ബെയറിങ്ങുകളും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹെഡിൻ്റെ വാൽവ് നമ്മളത് മാറ്റി പുതിയ വാൽവാണ് സെറ്റ് ചെയ്തേക്കണം. വാൽവ് നമുക്ക് ക്ലിയർ ചെയ്ത് വാൽവ് സെറ്റ് ചെയ്ത് സീറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെയാണ്. സിലിണ്ടർ കിറ്റൊക്കെ നമ്മൾ മാറ്റിയിടാം കേട്ടോ, പുതിയത് ഇടണേ. 3560 രൂപ ഉണ്ട് നമുക്ക് സിലിണ്ടർ കിറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കത് ചെയ്യുന്ന കൂട്ടത്തിയുടെ ഇതാ ഹെഡിൻ്റെ മൗണ്ട് റബ്ബറാണ്. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ മോശമുണ്ട്. ഇപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് പൊട്ടിയിരിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബെൽറ്റ് മാറ്റും. ബെൽറ്റിന് 450 രൂപയാണ് ബെൽറ്റ് തന്നെ കേട്ടോ. പിന്നെ അതിൻ്റെ ക്രാങ്കിൻ്റെ ഉത്സീൽ ഐറ്റംസൊക്കെയാണത്. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂട്ടത്തിക്കടെ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ പുതിയത് ഒഴിക്കണം. അതേപോലെ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഇവിടെ വന്ന റബ്ബർ ബുഷൊക്കെ ഡാമേജ് ഉണ്ട്. കൂട്ടത്തിക്കടെ അതും കൂടി മാറ്റി സെറ്റാക്കാം കേട്ടോ. നമുക്ക് കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഒരു ഫ്ലോട്ട് വാൽവ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാൽവ് യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്ലോ ജെറ്റും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്കിത് ഓൾറെഡി 1 ഇയർ വാറണ്ടിയിലുള്ളതാണ് വർക്കാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ വാറണ്ടി സർവീസ് കൃത്യമായിട്ട് ചെയ്യണം. ആദ്യത്തെ ഒരു മാസം അത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വന്ന ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും ചെയ്യണം. ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിനായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഞ്ചിൻ ട്യൂണിങ്ങോ അല്ലെങ്കിൽ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. അതിനുശേഷം ഓരോ 3000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 മാസമാണ് ബാക്കിയുടെ സർവീസ് പീരീഡ് വരാം. ഓരോ 3000 കിലോമീറ്ററിലാണ് ഫസ്റ്റിലത്തെ 1000 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ഓരോ 3000 കിലോമീറ്ററിലാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും സർവീസും കാര്യങ്ങളും. അത് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ 1 ഇയർ നമ്മൾ ഓൾറെഡി വാറണ്ടിയിലാണ്. അതിനുശേഷം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസുകൾ 95% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ വല്ല ബെയറിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അല്ലാത്ത കേസിലൊക്കെ നല്ല ലൈഫ് നമുക്ക് എഞ്ചിന് കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു നോക്കും. ഓക്കെ.